Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമുക്ക് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇൻ ജാവ എന്ന വിഷയത്തെക്കുറിച്ച് നോക്കാം. എന്താണ് എക്സെപ്ഷൻ? ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ പ്രോഗ്രാമിന്റെ നോർമൽ ഫ്ലോ ഇന്ററപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു അൺവാണ്ടഡ് അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സാധാരണ തോന്നുന്ന ഒരു ചോദ്യമാണ് എക്സെപ്ഷനും എററും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് എക്സെപ്ഷന്റെ ഹൈറാർക്കി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. java.lang പാക്കേജിനകത്തുള്ള ഒരു ക്ലാസ് ആണ് ഒബ്ജക്റ്റ്. അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന വേറൊരു ക്ലാസ് ആണ് ത്രോവബിൾ. അതായത് ത്രോവബിൾ ക്ലാസിന്റെ സൂപ്പർ ക്ലാസ് ആണ് ഒബ്ജക്റ്റ്. ത്രോവബിൾ ക്ലാസ്സിനകത്ത് അഗെയിൻ രണ്ട് സബ് ക്ലാസ്സസ് വരുന്നുണ്ട്, എക്സെപ്ഷൻസും എററും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എക്സെപ്ഷൻസ് അഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ചെക്ഡ് എക്സെപ്ഷൻസും അൺചെക്ഡ് എക്സെപ്ഷൻസും. ചെക്ഡ് എക്സെപ്ഷൻസിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് IO ഓർ കമ്പൈൽ ടൈം എക്സെപ്ഷൻ. അൺചെക്ഡ് എക്സെപ്ഷൻസിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റൺ ടൈം ഓർ നൾ പോയിന്റർ എക്സെപ്ഷൻ ആണ്. അതേസമയം എററിനകത്ത് വിർച്വൽ മെഷീൻ എറർ, അസേർഷൻ എറർ, എക്സെട്ര അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എറേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇറിക്കവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്, സച്ച് ആസ് ജാവ വിർച്വൽ മെഷീൻ റണ്ണിങ് ഔട്ട് ഓഫ് മെമ്മറി, അല്ലെങ്കിൽ മെമ്മറി ലീക്സ്, സ്റ്റാക്ക് ഓവർഫ്ലോ എറേഴ്സ്, ലൈബ്രറി ഇൻകോമ്പാറ്റിബിലിറ്റി. ഇതൊക്കെയാണ് എറേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഈ എറേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂഷ്വലി ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി പ്രോഗ്രാമർ. അതുപോലെ തന്നെ വി ഷുഡ് നോട്ട് ട്രൈ ടു ഹാൻഡിൽ എറേഴ്സ് ഇൻ അവർ പ്രോഗ്രാംസ്. ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, an error indicates a serious problem that a reasonable application should not try to catch. അതേസമയം എക്സെപ്ഷന്റെ കാര്യത്തിലാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് കണ്ടീഷൻസ് ദാറ്റ് a reasonable application might try to catch. അതാണ് ഈ എക്സെപ്ഷൻ ഹൈറാർക്കിക്ക് അകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്സ് ഇതാണ്. എക്സെപ്ഷൻസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ചെക്ഡ് എക്സെപ്ഷനും അൺചെക്ഡ് എക്സെപ്ഷനും. ചെക്ഡ് എക്സെപ്ഷൻസ് കമ്പൈൽ ടൈം എക്സെപ്ഷൻ, IO ഓർ കമ്പൈൽ ടൈം എക്സെപ്ഷൻ ആണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അൺചെക്ഡ് എക്സെപ്ഷൻസ് എക്സാമ്പിൾ ആയി പറഞ്ഞിരിക്കുന്നത് റൺ ടൈം ഓർ നൾ പോയിന്റർ എക്സെപ്ഷൻ ആണ്. അതൊന്ന് ഓർത്ത് വെക്കണം ഇതിനകത്ത്. അതുപോലെ ഇതിന്റെ സൂപ്പർ ക്ലാസ് ത്രോബിൾ എന്ന് പറയുന്ന ക്ലാസ് ആണ്, അതിന്റെ സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ക്ലാസ് ആണ്. ഇതെല്ലാം കിടക്കുന്നത് java.lang എന്ന് പറയുന്ന പാക്കേജിലാണ്. ലാംഗ്വേജിന്റെ ലാങ്. നമുക്ക് ടൈപ്സ് ഓഫ് എക്സെപ്ഷൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷനും ഉണ്ട്, ബിൽറ്റ് ഇൻ എക്സെപ്ഷനും ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ബിൽറ്റ് ഇൻ എക്സെപ്ഷൻ ആയിരുന്നു. യൂസർ ഡിഫൈൻഡ് യൂസേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന എക്സെപ്ഷൻ, ലൈക്ക് മെത്തേഡ്സ് ബിൽറ്റ് ഇൻ മെത്തേഡ്സും അതുപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് മെത്തേഡ്സും ഉണ്ടല്ലോ. അതുപോലെ എക്സെപ്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ബിൽറ്റ് ഇൻ എക്സെപ്ഷൻ അഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ അത് നോക്കിയതാണ്, ചെക്ഡ് എക്സെപ്ഷൻസും അൺചെക്ഡ് എക്സെപ്ഷൻസും. ജാവ ലൈബ്രറിക്ക് അകത്ത് അവൈലബിൾ ആയിട്ടുള്ള എക്സെപ്ഷൻസിനെയാണ് നമ്മൾ ബിൽറ്റ് ഇൻ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ചെക്ഡ് എക്സെപ്ഷൻസിനെ നമുക്ക് കമ്പൈൽ ടൈം എക്സെപ്ഷൻസ് എന്നും പറയാം. കാരണം ഈ എക്സെപ്ഷൻസ് എല്ലാം ചെക്ക് ചെയ്യുന്നത് കമ്പൈൽ ടൈമിലാണ്. കമ്പൈലർ ആണ് ഈ ചെക്ഡ് എക്സെപ്ഷൻസ് ചെക്ക് ചെയ്യുന്നത്. ചെക്ഡ് എക്സെപ്ഷൻസിന് എക്സാമ്പിൾ ആയി പറഞ്ഞിട്ടുള്ളത് ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ, ഇൻസ്റ്റൻസിയേഷൻ എക്സെപ്ഷൻ, SQL എക്സെപ്ഷൻ, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം, ലൈക്ക് IO എക്സെപ്ഷൻ ഈസ് എൻ അൺചെക്ഡ് എക്സെപ്ഷൻ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ അതൊരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിയണം. സോ ചെക്ഡ് എക്സെപ്ഷൻസ് ഏതൊക്കെയാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് അൺചെക്ഡ് എക്സെപ്ഷൻസ് ആണ്. അൺചെക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ചെക്ഡ് എക്സെപ്ഷൻ. കമ്പൈലർ ഈ എക്സെപ്ഷൻസ് കമ്പൈൽ ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കില്ല. അതുകൊണ്ടാണ് അതിനെ അൺചെക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. അൺചെക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് റൺ ടൈം എക്സെപ്ഷൻസ് ആണ്, ദാറ്റ് ആർ നോട്ട് റിക്വയർഡ് ടു കോട്ട് ഓർ ഡിക്ലെയർഡ് ഇൻ എ ത്രോസ് ക്ലോസ്. ഇത് പ്രോഗ്രാമിംഗ് എറേഴ്സ് കൊണ്ടാണ് യൂഷ്വലി ഒക്കർ ചെയ്യുന്നത്, ലൈക്ക് അറ്റംപ്റ്റിംഗ് ടു ആക്സസ് ആൻ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് ഇൻ ആൻ അറേ, അല്ലെങ്കിൽ അറ്റംപ്റ്റിംഗ് ടു ഡിവൈഡ് ബൈ 0. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആക്ച്വലി
അൺചെക്ഡ് എക്സെപ്ഷൻസ് ഒക്കർ ചെയ്യുന്നത്. കണ്ടോ, ഇതിനകത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അരിത്മെറ്റിക് എക്സെപ്ഷൻ, ക്ലാസ് കാസ്റ്റ് എക്സെപ്ഷൻ, നൾ പോയിന്റർ എക്സെപ്ഷൻ, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ, അറേ സ്റ്റോർ എക്സെപ്ഷൻ, ഇല്ലീഗൽ ത്രെഡ് സ്റ്റേറ്റ് എക്സെപ്ഷൻ. ഇതൊക്കെയാണ് അൺചെക്ഡ് എക്സെപ്ഷൻസിന് എക്സാമ്പിൾ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. ഇനി എക്സെപ്ഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതാണ് നെക്സ്റ്റ് വിഷയം. എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ, ക്യാച്ച്, ത്രോസ് ആൻഡ് ഫൈനലി എന്ന് പറയുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സെപ്ഷൻസ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ട്രൈ ക്യാച്ച് ബ്ലോക്ക് ആണ്. നോക്കിക്കേ, ട്രൈ ക്യാച്ച് നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിനകത്ത് ഞാൻ മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഈ മെയിൻ ഫംഗ്ഷനകത്ത് ഇൻറ്റു ഡേറ്റ ഇസ് ഈക്വൽ ടു 50/0. ഈ ഒരു ലൈൻ ഒരു ഡിവൈഡ് ബൈ 0 എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ ആണ്. ഇത് റോങ് ആണ് ആക്ച്വലി. ഡിവൈഡ് ബൈ 0 എന്ന് പറയുന്നത് ദിസ് മേ ത്രോ ആൻ എക്സെപ്ഷൻ. ഇത് ഞാൻ റൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. ഡിവൈഡ് ബൈ 0 അരിത്മെറ്റിക് എക്സെപ്ഷൻ ഒക്കർ ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ബൈ 0 എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ എനിക്ക് ഒക്കർ ചെയ്തിട്ടുണ്ട്. സോ ട്രൈ ക്യാച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഞാൻ ഈ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. സി, എക്സെപ്ഷൻ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ഞാൻ ട്രൈ ബ്ലോക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ദെൻ അതിന് തൊട്ട് താഴെയായിട്ട് ആ എക്സെപ്ഷൻ, ഇൻ കേസ് അങ്ങനെ ഒരു എക്സെപ്ഷൻ വരുവാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാച്ച് ബ്ലോക്ക് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ പ്രോപ്പറായിട്ട് എന്ത് എക്സെപ്ഷൻ ആണ് എനിക്ക് ഒക്കർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ജസ്റ്റ് സിസ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പ്രോഗ്രാമിൽ നമ്മൾ കണ്ടു, ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫർദർ പ്രോഗ്രാം റൺ ചെയ്യില്ല. പ്രോഗ്രാം എക്സിക്യൂഷൻ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവും, ടെർമിനേറ്റ് ആവും. ഫർദർ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സിസ് ഔട്ട് ഒരു കാരണവശാലും പ്രിന്റ് ആവില്ല. അവിടെ വെച്ച് എപ്പോഴാണോ ഈ ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് കോഡ് സ്റ്റോപ്പ് ആവും. പക്ഷേ ഈ പ്രോഗ്രാമിൽ നമ്മൾ ട്രൈ ക്യാച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ എക്സെപ്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദ കോഡ് എന്നുള്ള ടെക്സ്റ്റ് പ്രിന്റ് ആയി വരും. സി, ഇതാണ് ആ ഔട്ട്പുട്ട്. എക്സെപ്ഷൻ ഞാനിവിടെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പ്രിന്റ് ചെയ്യിക്കാണ്. ഏത് എക്സെപ്ഷൻ ആണ് ഞാൻ ക്യാച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പ്രിന്റ് ചെയ്യിച്ചിട്ടുണ്ട്. ദെൻ റെസ്റ്റ് ഓഫ് ദ കോഡ് എന്ന് പറയുന്നത് സിസ് ഔട്ട് ചെയ്തിട്ടുള്ള പാർട്ട് ഓട്ടോമാറ്റിക്കലി എനിക്ക് പ്രിന്റ് ആയി വരികയാണ്. ഇവിടെ ക്യാച്ചിനകത്ത് ട്രൈ എന്നുള്ളത് നമ്മൾ സിംപ്ലി ട്രൈ എന്ന് ടൈപ്പ് ചെയ്ത് അതിനകത്ത് എന്ത് ചെയ്തു, ബ്രേസസിനകത്താണ് നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കൊടുക്കുന്നത്. ക്യാച്ച് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിൽ നമ്മളൊരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്. എന്ത് എക്സെപ്ഷൻ ആണോ ആ എക്സെപ്ഷനെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് അതിന്റെ ഒരു ഒബ്ജക്റ്റ് അങ്ങനെ ഒരു പാരാമീറ്റർ ഇതിൽ പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതാണ് ആ എക്സെപ്ഷൻ ആണ് ഞാൻ ഇവിടെ സിസ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സിസ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എക്സെപ്ഷൻ വെച്ച് വേറെ എന്തെങ്കിലും പർപ്പസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ക്യാച്ച് ബ്ലോക്കിനകത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. വേറൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്, ഇൻ കേസ് നിങ്ങൾക്ക് കോഡ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന കേസസ് വരുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ചിലപ്പം യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. നോക്കിക്കേ, നേരത്തെ പോലെ തന്നെ ഞാൻ ട്രൈ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ട്രൈ ബ്ലോക്ക് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്ന് എനിക്ക് എക്സെപ്ഷൻ ത്രോ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ആ ഒരു ലൈനും പിന്നെ നെക്സ്റ്റ് ഒരു സിസ് ഔട്ടും. ദെൻ ഞാൻ ക്യാച്ച് ചെയ്യുന്നത് ട്രൈ ബ്ലോക്കിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിന്റെ ക്യാച്ച് ബ്ലോക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യും, പക്ഷെ ഈ എക്സെപ്ഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രൈ ബ്ലോക്കിനകത്തുള്ള റിമൈനിങ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ സിസ് ഔട്ട് നേരത്തെ നമ്മൾ കണ്ടു, അത് ക്യാച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് അത് ഔട്ട്പുട്ടിൽ ഒരു സിസ് ഔട്ട് വന്നത്. പക്ഷെ ഈ ഒരു കേസിൽ ഈ സിസ് ഔട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഔട്ട്പുട്ടിൽ. കാരണം റെസ്റ്റ് ഓഫ് ദ കോഡ് ഇൻ ട്രൈ ബ്ലോക്ക് വിൽ നോട്ട് എക്സിക്യൂട്ട്. അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്സ് വേണമെങ്കിൽ കൊടുക്കാം. ഒരു ട്രൈക്ക് തന്നെ മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്സ് കൊടുക്കാം, ലൈക്ക് ദിസ്. അതായത് ഞാനിവിടെ ട്രൈ, അതിനകത്ത് എക്സെപ്ഷൻ ഒക്കെ അറിയാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന കോഡ് ഞാൻ കൊടുത്തു, എൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കൊടുത്തു. ക്യാച്ച് അരിത്തമെറ്റിക് എക്സെപ്ഷൻ അതിൻ്റെ ഒബ്ജക്റ്റ്. എന്നിട്ട് ഞാനൊരു കസ്റ്റം സിസ് ഔട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താ, എനിക്ക് ആ എക്സെപ്ഷൻ പ്രിന്റ് ചെയ്യേണ്ട, ഇൻസ്റ്റഡ് ഞാൻ
അരിത്മെറ്റിക് എക്സെപ്ഷൻ ഒക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എനിക്ക് പ്രിന്റ് ചെയ്താൽ മതി. അത് ഒക്കർ ചെയ്യുകയാണെങ്കിൽ എന്താണ് നെക്സ്റ്റ്, അങ്ങനെ ഞാൻ മൾട്ടിപ്പിൾ ക്യാച്ചസ് എഴുതുവാണ്. ദെൻ ആ എക്സെപ്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദ കോഡ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഔട്ട്പുട്ടിൽ കാണാനായിട്ട് പറ്റും. ട്രൈ ക്യാച്ച് നമ്മൾ സാമ്പിൾസ് നോക്കി. ഇനി നമുക്ക് ട്രൈ ക്യാച്ച് ഫൈനലി ബ്ലോക്കിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ പോലെ തന്നെ ഞാൻ എൻ്റെ ട്രൈ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ കോഡിനകത്ത് എക്സെപ്ഷൻ ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ ഞാൻ ആ കോഡ് ട്രൈ ബ്ലോക്കിനകത്താണ് കൊടുത്തിട്ടുള്ളത്. സിൻസ് ഒറ്റ എക്സെപ്ഷനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ക്യാച്ച് ബ്ലോക്സ് ഒന്നും എക്സിക്യൂട്ട് ആവില്ല. പക്ഷെ ഇവിടെ ഒരു സിസ് ഔട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ എൻ്റെ ഡേറ്റ എന്ന് പറയുന്ന വാല്യൂ എനിക്ക് ഔട്ട്പുട്ടിൽ പ്രിന്റ് ആയി വരും. ഇനി നോക്കിക്കേ, ക്യാച്ച് ബ്ലോക്ക് കഴിഞ്ഞിട്ട് വെച്ചാൽ ഇൻ കേസ് ഒരു എക്സെപ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റിഗാർഡ്ലെസ് ഓഫ് എക്സെപ്ഷൻ ഒക്കേർഡ് ഓർ നോട്ട് ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ അത് ഫൈനലി ബ്ലോക്ക് ആയിരിക്കും. എക്സെപ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഫൈനലി ബ്ലോക്കിനകത്തുള്ള കണ്ടന്റ് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ദെൻ റെസ്റ്റ് ഓഫ് ദ കോഡ് ഞാൻ ഡിസ്പ്ലേ ചെയ്യാണ്. ആ റെസ്റ്റ് ഓഫ് ദ കോഡ് എന്നുള്ളത് എനിക്കിവിടെ പ്രിന്റ് ചെയ്ത് വരും. ട്രൈ ക്യാച്ച് ഫൈനലി ആ ഒരു ഓർഡറിലാണ് നമ്മൾ ട്രൈ ക്യാച്ച് ഫൈനലി എന്നുള്ള ആ ബ്ലോക്സ് എഴുതുന്നത്. അതുപോലെ തന്നെ ക്യാച്ച് ബ്ലോക്ക് ഇല്ലാതെ ട്രൈ ബ്ലോക്കും ഫൈനലിയും മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് കോഡ് എഴുതാനായിട്ട് സാധിക്കും. സപ്പോസ് ഈ ട്രൈ ബ്ലോക്കിനകത്ത് ഞാൻ ഒരു എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ കമ്പൈലർ അതിന്റെ യൂഷ്വൽ പ്രൊസീജിയർ ഫോളോ ചെയ്യും. അതായത് നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ, ആ എക്സെപ്ഷൻ പ്രിന്റ് ചെയ്ത് വരും. പക്ഷെ അതിന് തൊട്ട് മുൻപ് ഫൈനലി ബ്ലോക്കിനകത്ത് എന്താണോ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എഴുതിയിരിക്കുന്നത് ആ കണ്ടൻസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമേ ഇന്നൊരു എക്സെപ്ഷൻ ഒക്കർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരുള്ളൂ. നമ്മൾ ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്യുന്നത് ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഒക്കർ ചെയ്യുന്ന അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റ്സിനെ ഒഴിവാക്കി പ്രോഗ്രാം ഒരു റെഗുലർ ഫ്ലോ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ നമ്മൾ ട്രൈ ക്യാച്ച് ഫൈനലി ഈ 3 ബ്ലോക്സിനെ കുറിച്ചും മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ജാവ ത്രോ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. ത്രോ കീവേഡ് ജാവയ്ക്കകത്ത് യൂസ് ചെയ്യുന്നത് എക്സ്പ്ലിസിറ്റ്ലി ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു ബ്ലോക്ക് ഓഫ് കോഡിൽ നിന്നാവാം അല്ലെങ്കിൽ ഒരു മെത്തേഡിൽ നിന്നാവാം. നമുക്ക് ചെക്ക്ഡ് എക്സെപ്ഷൻസും അൺചെക്ഡ് എക്സെപ്ഷൻസും ഒക്കെ ത്രോ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മെയിൻലി നമ്മൾ ഈ ത്രോ എന്ന് പറയുന്ന ഈ കീവേഡ് മെയിൻലി യൂസ് ചെയ്യുന്നത് കസ്റ്റം എക്സെപ്ഷൻസ് ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ നോക്കുമോ, ഈ ഒരു ക്ലാസ്സിനകത്ത് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് എൻ്റെ മെയിൻ മെത്തേഡും അടുത്തത് ഒരു വാലിഡേറ്റ് എന്ന് പറയുന്ന മെത്തേഡും. മെയിൻ മെത്തേഡിനകത്ത് ഞാൻ വാലിഡേറ്റ് മെത്തേഡ് വിളിക്കുന്നു. അതിനകത്ത് 13 എന്ന ഇൻറ്റിജർ വാല്യൂ ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ ഒരു ടെക്സ്റ്റ് ഞാൻ പ്രിന്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ദെൻ ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ജസ്റ്റ് ഏജ് ലെസ് ദാൻ 18 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എൻ്റെ ഈ ഫംഗ്ഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ചെക്ക് ഇഫ് പേഴ്സൺ ഈസ് എലിജിബിൾ ടു വോട്ട് ഓർ നോട്ട് എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഈ കേസിൽ എൻ്റെ ഞാൻ പാസ് ചെയ്തിട്ടുള്ള ഏജ് 13 ആയതുകൊണ്ട് ഇഫിനകത്തുള്ള കണ്ടൻസ് ആണ് എക്സിക്യൂട്ട് ആവുക. എൽസ് പേഴ്സൺ ഈസ് എലിജിബിൾ ടു വോട്ട് എന്നും പറഞ്ഞിട്ട് പ്രിന്റ് ആയി വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കസ്റ്റം എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ത്രോ എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട്. എങ്ങനെ, ന്യൂ അരിത്മെറ്റിക് എക്സെപ്ഷൻ, അരിത്മെറ്റിക് എക്സെപ്ഷന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഞാൻ പാസ് ചെയ്തിരിക്കുകയാണ് പേഴ്സൺ ഈസ് നോട്ട് എലിജിബിൾ ടു വോട്ട് എന്ന് പറഞ്ഞിട്ട്. ശരിക്ക് ത്രോ എന്ന് പറയുന്ന കീവേഡ് നമ്മൾ ഒരു കസ്റ്റം എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉള്ള സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ത്രോ എന്ന കീവേഡ് എഴുതുക, ദെൻ ഇൻസ്റ്റൻസ് എന്താണോ അത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഔട്ട്പുട്ടിനകത്ത് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ കോഡ് കമ്പൈൽ ചെയ്തു, ജാവ സി ഫയൽ നെയിം ഡോട്ട് ജാവ, ദെൻ ജാവ ഫയൽ നെയിം പറഞ്ഞ് റൺ ചെയ്തു. നോക്കിക്കേ, എക്സെപ്ഷൻ നേരത്തെ നമ്മൾ കണ്ടിരുന്ന പോലെ തന്നെ അരിത്മെറ്റിക് എക്സെപ്ഷൻ, അതിനകത്ത് പേഴ്സൺ ഈസ് നോട്ട് എലിജിബിൾ ടു വോട്ട്. ഞാൻ അരിത്മെറ്റിക് എക്സെപ്ഷന്റെ ആണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. കാരണം ഞാൻ അരിത്മെറ്റിക് എക്സെപ്ഷന്റെ ഒരു കൺസ്ട്രക്ടർ ആണ് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ.
പേഴ്സൺ ഈസ് നോട്ട് എലിജിബിൾ ടു വോട്ട് എന്ന് പറയുന്ന ടെക്സ്റ്റോട് കൂടി അത് ഇവിടെ ആ ഒരു കസ്റ്റം മെസ്സേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ പർപ്പസും അത് തന്നെയാണ്. അങ്ങനെ എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അത് ത്രോ ചെയ്യാന്നുള്ളത്. ഒരു പോയിന്റ് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണേ. ഇതിന്റെ സിന്റാക്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ത്രോ എന്ന കീവേഡ് ദെൻ ഒരു ഇൻസ്റ്റൻസ് അങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഇൻസ്റ്റൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും അത് ഒരു ത്രോവബിൾ ടൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ത്രോവബിൾ ക്ലാസിന്റെ ഒരു സബ് ക്ലാസ് ആയിരിക്കണം. അത് നിർബന്ധമാണ്. ഇവിടെ നമ്മൾ ഹൈറാർക്കി പഠിച്ചല്ലോ ത്രോവബിൾ എന്ന് പറയുന്ന ക്ലാസ്. ഇതർ അതൊരു ത്രോവബിൾ ടൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ത്രോവബിൾ ക്ലാസിന്റെ ഏതെങ്കിലും ഒരു സബ് ക്ലാസ് ആയിരിക്കണം ആ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഏതിനകത്ത്? ഈ ത്രോ എന്ന് പറഞ്ഞ് ദെൻ നമ്മൾ കൊടുക്കുന്ന ഇൻസ്റ്റൻസ്. അർത്ഥമെറ്റിക് എക്സെപ്ഷൻ എന്തായാലും ഇതിന്റെ ഒരു ത്രോവബിൾ ക്ലാസിന്റെ സബ് ക്ലാസ് ആണ്. ആ ഒരു കൺസ്ട്രക്ടർ ആണ് നമ്മളിവിടെ ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഫ്ലോ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യും ഫസ്റ്റ് ടൈം ഈ ത്രോ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ. നമ്മളിവിടെ ട്രൈ ക്യാച്ച് ഒന്നും കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ആയത്, അതുപോലെ ബാക്കി റിമൈനിങ് കോഡ് ഒന്നും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റാഞ്ഞത് ഈ ഔട്ട്പുട്ടിനകത്ത്. ഇനി നെക്സ്റ്റ് വരുന്നത് ത്രോസ്. നേരത്തെ നമ്മൾ ത്രോ ആണ് പഠിച്ചെങ്കിൽ ത്രോസ് ഒരു എസും കൂടെ ഉണ്ട്, THROWS. എക്സെപ്ഷൻ ത്രോ ചെയ്യാനായിട്ട് ചാൻസ് ഉള്ള മെത്തേഡ്സിന്റെ അവിടെയാണ് നമ്മൾ ഈ ത്രോസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാ കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. എൻ്റെ കോഡ് ഇതാണ്. ഇവിടെ ഞാൻ എൻ്റെ ക്ലാസ് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ്, ദെൻ തേർഡ് മെത്തേഡ്, ദെൻ ഫോർത്ത് മെത്തേഡ് മെയിൻ ആണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ത്രോസ് IO എക്സെപ്ഷൻ. ത്രോസ് ആക്ച്വലി ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. അതായത് ഒരു മെത്തേഡിന്റെ സിഗ്നേച്ചറോട് കൂടിയാണ് നമ്മൾ ത്രോസ് വാട്ട് എവർ എക്സെപ്ഷൻ നമ്മളിവിടെ ത്രോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കേണ്ടത്. പക്ഷെ അതെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ഓഫ് എക്സെപ്ഷൻസ് ആണ് ഇവിടെ കൊടുക്കുക. എനിക്ക് ഒരു എക്സെപ്ഷൻ അല്ല, മൾട്ടിപ്പിൾ എക്സെപ്ഷൻസ് ത്രോസിൽ വേണമെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. കോമ യൂസ് ചെയ്തിട്ട് എനിക്ക് അവിടെ ലിസ്റ്റ് ചെയ്താൽ മതി. IO എക്സെപ്ഷൻ, കോമ, അർത്ഥമെറ്റിക് എക്സെപ്ഷൻ, അങ്ങനെ. ഈ മെത്തേഡിനകത്ത് തന്നെ ഞാനൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എക്സെപ്ഷനും ത്രോ ചെയ്യുന്നുണ്ട്. അതൊരു IO എക്സെപ്ഷൻ തന്നെ. ഓക്കെ, ആയിക്കോട്ടെ. സെക്കൻഡ് ഫംഗ്ഷനിൽ എന്താ ചെയ്യുന്നത്? ഈ സെക്കൻഡ് ഫംഗ്ഷന്റെ സിഗ്നേച്ചറിന്റെ കൂടെ ഞാൻ ത്രോസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് IO എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ്, ഈ സെക്കൻഡ് മെത്തേഡിൽ നിന്നാണ് ഞാൻ നേരത്തെ കണ്ട മെത്തേഡ് ഇൻവോക്ക് ചെയ്യുന്നത്. ഓ, ആയിക്കോട്ടെ. ഇനി ഞാൻ തേർഡ് മെത്തേഡ് P എന്നും പറഞ്ഞിട്ട് ഒരു മെത്തേഡ്, അതിനകത്ത് ഞാൻ ട്രൈ ക്യാച്ച് കൊടുത്തിട്ടുണ്ട്. ആ ട്രൈക്കകത്തു നിന്നാണ് ഞാൻ എൻ്റെ സെക്കൻഡ് മെത്തേഡ് N എന്ന് പറയുന്ന മെത്തേഡ് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. ക്യാച്ചിനകത്ത് ഞാൻ എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു കസ്റ്റം സിസ് ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ മെയിൻ ഫംഗ്ഷനിലേക്ക് പോവാം. മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, കൺസ്ട്രക്ടർ വിളിച്ചു. ഓക്കെ, ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഞാൻ Pനെ ഇൻവോക്ക് ചെയ്യാണ്. P ഞാൻ ഇൻവോക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഈ ഫംഗ്ഷനിലേക്ക് എത്തി. അവിടെ ഞാൻ N ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങോട്ടേക്ക് കൺട്രോൾ പോയി. അവിടെ ഞാൻ M ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. സോ കൺട്രോൾ ജംപ്സ് ടു M. അവിടെ ത്രോസ് IO എക്സെപ്ഷൻ, ത്രോ ന്യൂ IO എക്സെപ്ഷൻ ഓഫ് ഡിവൈസ് എറർ. ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു IO എക്സെപ്ഷൻ, ഡിവൈസ് എറർ എന്ന് പറയുന്ന മെസ്സേജോട് കൂടിയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യുന്നുണ്ട്. ഇതൊരു ചെക്ഡ് എക്സെപ്ഷൻ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ട്രൈ ക്യാച്ച് യൂസ് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യാം. അല്ലാത്ത കേസിലാണ് നമ്മൾ ത്രോസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രോസ് IO എക്സെപ്ഷൻ എന്ന് പറയുന്ന എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെത്തഡോളജി ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ അതൊരു എക്സെപ്ഷൻ ത്രോ ചെയ്യുമായിരുന്നു. അതായത് ഡിവൈസ് എറർ എന്നും പറഞ്ഞ ഒരു ചെക്ഡ് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ നമുക്ക് ത്രോ ചെയ്തിട്ടാണ് കൺസോളിൽ കാണുമായിരുന്നത്. പക്ഷെ ഈ കേസിൽ ഞാനത് ത്രോസ് കീവേഡ് യൂസ് ചെയ്തിട്ട് അതിനെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൺട്രോൾ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യില്ല. ത്രോസ് IO എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് ആ എക്സെപ്ഷൻ ത്രോ ചെയ്യും. ഇവിടെ ഞാൻ ത്രോസ് IO എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ത്രോ ചെയ്യും. ദെൻ ആ എക്സെപ്ഷൻ ഇവിടെ എത്തുമ്പോൾ ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ട്രൈ ക്യാച്ച് ബ്ലോക്കിനകത്താണ്. സോ അവിടെ വെച്ചിട്ട് ഞാൻ ഈ എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യും. എക്സെപ്ഷൻ ഹാൻഡിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ കസ്റ്റം മെസ്സേജ് ഇവിടെ പ്രിന്റ് ആയി വരും. ദെൻ എൻ്റെ റെസ്റ്റ് ഓഫ് ദ കോഡ് നോർമൽ ഫ്ലോ എന്നും പറഞ്ഞിട്ട് അതും സിസ് ഔട്ട് ആയിട്ട് വരും. ഇങ്ങനെയാണ് ത്രോസ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ വരുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കണ്ടൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫർദർ 40 days ആണ് അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്കുള്ള കേരള PSCയുടെ എക്സാം വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പേസിൽ പോവുകയാണെങ്കിൽ എല്ലാ കണ്ടന്റ്സും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. സോ സ്റ്റേ ട്യൂൺ ടു ക്ലിക്ക്. See you in next video. Bye for now.